ഈ പറഞ്ഞതുപോലെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നു. ജനവിരുദ്ധ വികാരം ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആന്റി ഇൻകംബൻസിക്ക് നമ്മൾ പറയുമ്പോൾ അതൊരു ഭാഗത്താണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വരുന്ന വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെയാണ്, പിണറായി വിജയനെതിരെയാണ്. ഇപ്പോൾ നമ്മൾ പൊതുവെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ തോറ്റു കഴിഞ്ഞാൽ തിരിച്ചു വന്നിടാത്ത ദൂരം എന്നൊക്കെ നമ്മൾ പോസ്റ്റ് ഇടുമെങ്കിലും തിരുത്തി മുന്നോട്ട് വരുമെന്ന് പറയുമ്പോഴും ആ തിരുത്തൽ ഇനി എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതായിരിക്കും, ആ തിരുത്തൽ എവിടെ തുടങ്ങേണ്ടി വരും, എങ്ങനെ തുടങ്ങേണ്ടി വരും? ആദ്യം തന്നെ പറയട്ടെ സുഹേലെ, തിരിച്ചു വന്നിടാത്ത ദൂരയാത്രയല്ല ഇത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ബോധ്യം. എന്തായാലും സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം മേൽഘടകങ്ങളിൽ നിന്നും പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി കീഴ്ഘടകങ്ങളിലേക്ക് വരികയാണ്. പിന്നീട് അത് ചർച്ചയൊക്കെ പേരിനുണ്ടാകുകയാണ് പതിവ്. പക്ഷെ ഇത്തവണ എന്തായാലും കീഴ്ഘടകങ്ങളിൽ ഈ വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്ത് അത് മുകൾ ഘടകങ്ങളിലേക്ക് എത്തിക്കുന്ന നിലയിൽ ഒരു ക്രമീകരണമാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ ഈ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്നത്. നിർഭയമായി അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്ന് സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ സ്വാഭാവികമായും അപ്പോൾ ഇത്ര കാലം അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്ന സംശയം ഉയരാം. പക്ഷേ ഈ സമ്മേളന കാലയളവിൽ നേതൃത്വത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ വലിയ വാർത്താ പ്രാധാന്യത്തോടെ നമ്മൾ ഉൾപ്പെടെ നൽകാറുണ്ട്. അപ്പോൾ അവിടെ അഭിപ്രായ പ്രകടനങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. തിരുത്തലുകൾ ഉണ്ടായിട്ടില്ല എന്ന് വേണം. അല്ല, വിമർശനങ്ങളെ കുറിച്ചാണ് അത് കാര്യമായി ഗൗനിക്കപ്പെടുന്നില്ല. നേതൃത്വത്തിന്റെ വിമർശനങ്ങൾ അവിടെ എവിടെയാണ് വരുന്നത് അവിടെ അടിച്ചമർത്തപ്പെടുന്നു എന്ന് കൂടി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഞാൻ പറഞ്ഞത് വിമർശനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർത്താനുള്ള സ്പേസ് അതവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ സമ്മേളന കാലയളവിൽ ഉയർന്ന വിമർശനങ്ങൾ വാർത്തയാകുന്നതിലൂടെ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അതിൽ ഒരു പടി കൂടി ഇപ്പോൾ പുറത്താണ്, UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചിരിക്കുകയാണ്. അത് ശരിയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്ര ക്രിയാത്മകമായ ഒരു പരിശോധനയിലേക്ക് പോകുന്നു എന്ന് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അതിനപ്പുറത്തേക്കുള്ളൊരു ചർച്ചയിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, മുൻപ് ഗോപി പറഞ്ഞതുപോലെ സാധാരണ നിലയിൽ ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ പാർട്ടി ലൈനിൽ സർക്കാർ പ്രവർത്തിക്കുകയാണ് പതിവ്. ഇവിടെ അതിന് പകരം സർക്കാർ ലൈനിൽ പാർട്ടി പ്രവർത്തിച്ചു. സർക്കാരിന്റെ മികവിൽ മാത്രം അധികാരത്തിലെത്താം എന്ന് അവർ വിശ്വസിച്ചു. അതാണ് സംഭവിച്ചത്. പിന്നീട് ഈ നേതൃത്വത്തെ അടക്കം വിമർശിക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളിലും സുഹേൽ പറഞ്ഞതുപോലെ ആ വിമർശനങ്ങൾ കാര്യമാത്ര പ്രസക്തമായി ഉയരുകയോ അത് ഉയരുന്നതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ പോകുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ അധികാരത്തിൽ തുടർച്ചയായിരിക്കുമ്പോൾ നേതൃത്വം പൂർണ്ണമായി ശരി എന്നൊരു പൊതു പ്രതീതി സൃഷ്ടിക്കപ്പെടും. അതാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇതിന്റെയൊക്കെ പക്ഷേ ആത്യന്തികമായ ഫലം എന്താണ് എന്നുള്ളത് നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണുകയും ചെയ്തു. ഇപ്പോൾ ഇന്ന് ഗോവിന്ദൻ മാസ്റ്ററുടെ ആ വാർത്താ സമ്മേളനം അത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളതാണ്. സാധാരണ ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറയേണ്ടതാണ്. പക്ഷെ അതൊന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടില്ല എന്നതിനർത്ഥം എന്താണ് ഗ്രൗണ്ടിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് പാർട്ടിക്ക് കൃത്യമായ ബോധ്യം വന്നിട്ടുണ്ട് എന്നത് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ തോൽവി എന്താണ് സംഭവിച്ചതെന്നുള്ളത് പാർട്ടിക്ക് ബോധ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തിരുത്തൽ പ്രക്രിയയ്ക്ക് തയ്യാറാകുന്നു, എല്ലാവരെയും കേൾക്കാൻ തയ്യാറാകുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അങ്ങനെ ഒരു തിരുത്തൽ നടക്കും എന്നുള്ളത് തന്നെയാണ് കരുതേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.